ഈ ദിവ്യ പി ദിവ്യ തന്നെ പറയുന്നുണ്ട്, ഈ കളക്ടർ ചോദിച്ചു തന്നോട് പരിപാടിക്ക് വരുന്നുണ്ടോ എന്ന് കളക്ടർ ചോദിച്ചു എന്ന് പറഞ്ഞ അതേ പി ദിവ്യയാണ് പരിപാടിക്ക് വന്ന് പ്രസംഗിച്ച് തുടങ്ങുമ്പോൾ ഈ വഴിയിലൂടെ പോയപ്പോൾ കയറിയതാണെന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് സംശയം തോന്നുന്ന കാര്യം തന്നെയാണ്. മറ്റൊന്നിലേക്ക് വന്നാൽ, പെട്രോൾ പമ്പ് അനുമതിക്കായി കണ്ണൂർ മുൻ ADM നവീൻ ബാബു ഒരു കാലതാമസവും വരുത്തിയിട്ടില്ലെന്നാണ് ഭാര്യ മഞ്ജുഷ പറയുന്നത്. മറ്റു വകുപ്പുകളിൽ നിന്ന് പേപ്പർ കിട്ടാൻ കാലതാമസമുണ്ടായി. നവീൻ ബാബു കൈക്കൂലി വാങ്ങിയെന്നത് ആരോപണം മാത്രമാണെന്നും മഞ്ജുഷ റിപ്പോർട്ടറിനോട് പറഞ്ഞു. മഞ്ജുഷയുടെ പ്രതികരണം കേൾക്കാം. ഇപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണ രൂപമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 400-ലധികം പേജുകളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന്, പി ദിവ്യയുടെ കയ്യിൽ ഒരു തെളിവില്ലായിരുന്നു. അതായത് ഇദ്ദേഹം അഴിമതിക്കാരനാണെന്നുള്ള ഒരു തെളിവില്ല. 2, ഈ പമ്പ് അനുവദിച്ചതിൽ കാലതാമസം വന്നിട്ടേ ഇല്ല. അത് അവിടുത്തെ ക്ലർക്ക് തന്നെ കൃത്യമായിട്ട് മൊഴി കൊടുത്തിട്ടുണ്ട്. കറക്റ്റ് വേയിൽ തന്നെയാണ് പോയത്. ഇത് നേരത്തെ നവീൻ ബാബു സാർ പങ്കുവച്ചിരുന്നുണ്ട് ഈ കാര്യം. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ അറിയാമായിരുന്നല്ലോ. ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും അറിയാം. ഇതിനകത്ത് ഡിലേ വന്നിട്ടില്ല, കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, അഴിമതി വെറും ആരോപണമാണെന്നുള്ളത് എല്ലാവർക്കും നേരത്തെ അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഞങ്ങൾ അത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വന്ന് നിങ്ങൾ ചോദിച്ചപ്പോഴും ഞാൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും അത് തന്നെ ആവർത്തിക്കുന്നു. ഇപ്പോഴ് റിപ്പോർട്ട് അതെ കിട്ടത്തക്ക രീതിയിലുള്ള അത് ആ ഒരു ചെറിയ മറ്റ് വകുപ്പിൽ നിന്നുള്ള പേപ്പറുകൾ കിട്ടാനുള്ള കാലതാമസം വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പിന്നെ കളക്ടറേറ്റിൽ നിന്ന് ഒരു കാലതാമസം വന്നിട്ടില്ല. നേരത്തെ മുൻകൂട്ടി ഞങ്ങൾക്ക് അറിയാമായിരുന്നല്ലോ. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിശദാംശങ്ങൾ. പ്രവീൺ, ഈ NOC വൈകിപ്പിച്ചിട്ടില്ല നവീൻ ബാബു എന്ന് ഉദ്യോഗസ്ഥരുടെ തന്നെ മൊഴികൾ ഈ റിപ്പോർട്ടിലൂടെ പുറത്തു വരികയാണ്. ഭാര്യ നേരത്തെ ഉന്നയിച്ച അതേ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അദ്ദേഹം അങ്ങനെ വൈകിപ്പിക്കുന്ന നടപടികൾ ചെയ്തിട്ടില്ല. മറ്റ് ഈ ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട് വൈകിട്ടുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് ഭാര്യ പറയുമ്പോൾ ഭാര്യയുടെ നിലപാടിൽ ഒരു മാറ്റവും ഇതുവരെ വന്നിട്ടില്ല. പ്രവീൺ, റോഷ്നി, നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ഇത്ര ആത്മവിശ്വാസത്തോടുകൂടി ഇക്കാര്യം പറയുന്നതിനൊരു കാരണമുണ്ട്. കാരണം നവീൻ ബാബു മരിക്കുന്നതിന് മുമ്പ്, അതായത് പി ദിവ്യ അന്ന് ആ ഒരു യാത്രയപ്പ് ചടങ്ങിൽ എന്തെല്ലാം പറഞ്ഞു എന്നത് സംബന്ധിച്ച് കൃത്യമായും നവീൻ ബാബു ഭാര്യ മഞ്ജുഷയോട് ഫോണിൽ പങ്കുവച്ചിരുന്നു. അവിടെ എന്താണ് നടന്നത്, ഏതൊക്കെ കാര്യങ്ങൾ പി ദിവ്യ പറഞ്ഞു തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ മഞ്ജുഷയോട് പറഞ്ഞിരുന്നു. പ്രത്യേകിച്ചും ഈ പെട്രോൾ പമ്പുമായിട്ടുള്ള വിഷയം സംബന്ധിച്ച് അതിൻ്റെ അനുമതിക്കായി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടിയിരുന്നു, എവിടെ നിന്നെല്ലാം അതിന് അനുമതി ലഭിക്കണം, നിലവിൽ അതിൻ്റെ തടസ്സം എന്തായിരുന്നു എന്ന കാര്യങ്ങളെല്ലാം തന്നെ നവീൻ ബാബു മഞ്ജുഷയോട് പങ്കുവച്ചിരുന്നു. മഞ്ജുഷയ്ക്ക് അതുകൊണ്ട് തന്നെ എന്താണ് അവിടെ സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായി അറിയാം. അന്ന് തന്നെ നവീൻ ബാബു പറഞ്ഞിരുന്നു ഇക്കാര്യത്തിൽ താൻ നിരപരാധിയാണ്, ഒരു കാലതാമസവും ഇതിൻ്റെ അനുമതിക്കായി വന്നിട്ടില്ല, അത് ഏതൊക്കെ പേപ്പറുകൾ ഏതൊക്കെ സമയത്ത് ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം തന്നെ മഞ്ജുഷയോട് ഫോണിൽ പറഞ്ഞിരുന്നു. അത് ഈ പി ദിവ്യ യാത്രയപ്പ് ചടങ്ങിൽ അത്തരമൊരു പ്രസംഗം നടത്തിയതിന് ശേഷമാണ് നവീൻ ബാബു ഭാര്യ മഞ്ജുഷയെ ഫോണിൽ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ തന്നെ മഞ്ജുഷ അന്ന് നവീൻ ബാബുവിനെ ആശ്വാസപ്പെടുത്തിയിരുന്നു, അങ്ങേക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വരുന്നത് ജനങ്ങൾ വിശ്വസിക്കില്ല, അതുകൊണ്ട് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോരൂ എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസം മഞ്ജുഷ നൽകിയിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV പുറത്തുവിട്ടിരിക്കുന്ന ഈ ഒരു പൂർണ്ണരൂപം, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണറുടെ ആ റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമാണെന്ന് ഈ മഞ്ജുഷയ്ക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയുന്നത്. ലോകത്തിന് മുഴുവനും അറിയാം തൻ്റെ ഭർത്താവ് കൈക്കൂലി വാങ്ങുന്ന ആളല്ല എന്ന്. അവിടെ പെട്രോൾ പമ്പിൻ്റെ അനുമതിക്കായി ഒരു കാലതാമസവും വന്നിട്ടില്ല, പ്രത്യേകിച്ചും കളക്ടറേറ്റിൽ നിന്നുള്ള ഒരു ഡിലേയും വന്നിട്ടില്ല എന്ന് തന്നെ മഞ്ജുഷ ഉറപ്പിച്ച് പറയുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടർ TV ഈ ഒരു റിപ്പോർട്ടിൻ്റെ പൂർണ്ണരൂപം പുറത്തുവിട്ടിരിക്കുന്നത്. അതേ നിലപാടിൽ തന്നെ മഞ്ജുഷ ഇപ്പോഴും ഉറച്ച് നിൽക്കുന്നു.